തള്ളയും 2 കുട്ടിയും. അതിനുശേഷമാണ് വലിയ കൂടാക്കി ഫാമാക്കി. കഴിഞ്ഞ പ്രസവത്തിൽ വാങ്ങിച്ചു. ഇപ്പം പ്രസവിക്കാറായി നിൽക്കുക. യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് നോബൽ ഗോഡ് ഫാമിലാണ്. നമ്മളോട് സംസാരിക്കാൻ ഫാമിൻ്റെ ഗൈഡായ റഹീമുണ്ട്. എത്ര നാളായി നിങ്ങൾ ഈ ഫാം തുടങ്ങിയിട്ട്? 6 മാസമായി. തുടങ്ങിയ സമയത്ത് എത്ര ആടുകളാണ് ഉണ്ടായിരുന്നത്? 3 ആട്, ഒരു തള്ളയും 2 കുട്ടികളും. അതിനുശേഷമാണ് വലിയ കൂടാക്കി ഫാമാക്കി. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 30 എണ്ണം ഉണ്ട്. ഈ ആട് വാങ്ങിച്ച് നിങ്ങൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? ഞാൻ അങ്ങനെയല്ല, വരുന്ന അനുസരിച്ച് കൊടുക്കും. അങ്ങനെയാണോ? അത് നിങ്ങൾ ഇത് പ്രസവിച്ച് കഴിഞ്ഞിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ അത് ഓരോരുത്തർ വരുന്ന അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർക്ക് കൊടുക്കും. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഇത് നെടുമങ്ങാട് പനവൂര് കല്ലിയോട് എന്ന് പറയുന്ന സ്ഥലമാണ്. എത്ര നേരം ആഹാരം കൊടുക്കും? 2 നേരം. എന്തൊക്കെ കൊടുക്കണം? പുണ്ണാക്ക്, വേറെ എന്തെങ്കിലും പുല്ലുവർഗ്ഗങ്ങളോ? പുല്ലുവർഗ്ഗങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പാൽ നിങ്ങൾ രണ്ടും ആട്ടിനും കിടാ ആട്ടിനും 2നും 2 ആയിട്ടാണോ കൊടുക്കുന്നത്, അതോ ഒരുപോലെയാണോ? കറക്കിയിട്ടാണ്. പിന്നെ കുറേശ്ശെ അളവ് എങ്ങനെയാണ്? നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ടാണോ അതോ? അല്ല, അത് കൂടുതലും കുറച്ചുമൊക്കെ ശകലച്ചയൊക്കെ വ്യത്യാസം വരും. എന്നാലും കിടായ്ക്ക് കൂടുതലും ആട്ടിന് കുറച്ചും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? കൊടുക്കാൻ തയ്യാറാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ ഈ ആടിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ആട് ഞാൻ പിന്നെ കഴിഞ്ഞ പ്രസവത്തിൽ വാങ്ങിച്ചു. ഇപ്പം പ്രസവിക്കാറായി നിൽക്കുക. എത്ര മാസമായി? ഇത് 5-ാം മാസവും. 5-ാം മാസം. ഇതിന് എന്നാണോ അതോ നാടനാണോ? നാടനാണോ? നല്ല പാല് കിട്ടുന്ന പാല് കിട്ടും. എനിക്ക് കഴിഞ്ഞ വേറ്റി തന്നെ ആയിട്ടുള്ള പാല് കിട്ടും. ഓക്കെ ഓക്കെ. ആടുകളൊക്കെ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ട്? ആടുകളെല്ലാം കൂടെ 10-13 ആടുകൾ. ഗർഭിണി ആളുകൾ എത്ര ഉണ്ട്? ഗർഭിണി ആടുകൾ 7 എണ്ണം ഉണ്ട്. 7 എണ്ണം ഉണ്ട്. ഇപ്പൊ ഗർഭിണി ആട് പുറമെ കായ്കള് എത്ര ഉണ്ട്? കിടാളും പിന്നെ 10 കിടാ. 10 കിടായ. ബാക്കി കുട്ടി സൈസ്. ഓക്കെ. ഇത് മലബാറി നല്ല പാലുള്ള ആടാണ്. ഇത് പ്രസവിക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. പ്രസവിച്ചില്ല. കടിഞ്ഞിലാടാണ്. ഇത്രയും വലുതാണെന്ന് തോന്നുന്നു. അത് കിടായാണോ? അത് കിടാ. അടുത്ത് ഇത് പ്രത്യേകം ഒരു തരം കിടായാണ്. ഇതിന്റെ രോമക്കെട്ടുകൾ ഉണ്ടാവും. അതിന്റെ പറ മൊത്തം നല്ല രോമക്കെട്ടുള്ളതാണ്. പ്രായം കുറച്ചുള്ള കുട്ടിയാണ്. ഇത് പ്രത്യേക ഒരു ഇതാണ്. ഭംഗിയാണ്. ഇതുവരെ ഗർഭിണിയാണ്. നിങ്ങളിത് അവത്ത് വിടാണോ പതിവ് അതോ കെട്ടിയിടുക മാത്രമേ ചെയ്യാറുള്ളൂ? ഇല്ല, അവത്ത് വിടൂല. കെട്ടിയിടും. കുറച്ച് പേരെ അവത്ത് വിടൂ. തങ്ങളിൽ ഇടിക്കുന്നത് കൊണ്ടാണ് അവത്ത് വിടാറ്. ഇത് ഭയങ്കര ഇടിയാണ്. ഇത് കിടാവ് കെട്ടി മാറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് ഈ രീതി കൂട് കെട്ടാൻ ഈ രീതി കൂട് കെട്ടിയതെന്ന് പറയുന്നത് ഇതിന്റെ മൂത്രവും കുഴുക്കയൊന്നും പുറത്തു പോകും. വേസ്റ്റ് എടുക്കാനുള്ള വേറെ സംവിധാനമുണ്ട്. വേസ്റ്റ് നമുക്ക് വലിച്ചു മാറ്റാം. കൊടുക്കുന്നുണ്ടോ വേസ്റ്റ്? വേസ്റ്റ് കൊടുക്കുന്നില്ല. നമ്മളെ പറമ്പിൽ തന്നെ ഇടുന്നു. ഇതാകുമ്പോ അവര് പിന്നെ തുണി ഒന്നും ചെയ്യില്ല. വല്ലപ്പോഴാ ഒന്ന് തൂത്തിട്ടാ മതി. രോഗാണുക്കളൊന്നും വരില്ല. മഴക്കാലായാലും ഒരു പ്രശ്നമില്ല. സ്വച്ഛതയായിട്ട് കിടന്നു. ഇതിനകത്ത് പില്ല് അങ്ങിട്ട് കൊടുക്കുക. പുഴയായാലും പില്ലായാലും എന്തായാലും ഇതിലെ തലയിട്ട് അവര് തിന്നു. ഇരിക്കുന്ന ആടുകളാണ്. ഇത് നല്ല കറകളുള്ള ആടുകളാണ്. മുന്നേ എനിക്കറിയായിരുന്നു ആട് വളർത്ത്.
എങ്ങനെയാ നിങ്ങള് കാലങ്ങളായിട്ട് ആട് ആ വളർത്തണം? എന്റെ കൊച്ചിലേ ഉണ്ട്. ഇത് നിങ്ങളതാണോ? ഇത് എന്റെ അനിയന്റെ കൂടെ അനിയനാണ് ഇതിനിപ്പോ ഉത്സാഹിച്ച് നിൽക്കുന്നത് ഫാം നടത്താൻ. ഫാം നടത്തിയത് നിങ്ങളിവിടെ ഗൈഡായിട്ട് നിൽക്കുന്നത്. ഓ അനിയൻ ഇവിടെ ഇല്ല. ഇതെല്ലാം കറക്കുന്ന ആടുകളാണ്. ആ ഇതെല്ലാം കറക്കണം. എല്ലാം പാലുള്ള ആടുകളാണ്. നിങ്ങള് മൊത്തത്തിലാണോ ആടുകളെ ഇറക്കുന്നത് അതോ? അല്ല അല്ല, ഞാൻ കുടിയിൽ നിന്ന് വാങ്ങിക്കുന്നു. കുടിയെന്നാണ് വാങ്ങുന്നത്. ഫാമുകളിൽ നിന്ന് നിങ്ങൾ വാങ്ങാറില്ലേ? ഫാമിൽ നിന്ന് കിട്ടിയാലും വാങ്ങിച്ചു. വാങ്ങിക്കും. ഗർഭിണി ആടാണ്. അല്ല മുട്ട നേരത്തെ നിൽക്കുന്ന കടാക്കുട്ടി ആട്. എല്ലാത്തിനും ഒരേ തീറ്റ തന്നെയാണോ? ഒരേ ഇത് തന്നെയാണോ? ഗർഭിണി ആടുകൾക്കും അല്ലാത്ത ആടുകൾക്കും ഒരേ തീറ്റയാണോ അവിടെ? ഓ നല്ല നല്ല സ്നേഹവുമാണ്. കലക്കൊക്കെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങ് കുടിച്ചു ഉണ്ടാക്ക്. അത് നല്ല രോമം ഉണ്ടല്ലേ. അതല്ല ഇനാണോ അല്ല നാടൻ ആട് തന്നെയാണ്? നാടനില് ഇത് ഭയങ്കര ഇടിയനാണ്. സൂചിച്ചടുത്ത് തന്നില്ലെങ്കിൽ ഇത്ര ഉള്ളൊന്നുമില്ല. നല്ല ഇടി എന്ന് പറഞ്ഞാൽ ആർക്കും അടുക്കാൻ പറ്റൂലല്ലേ? ആർക്കും അടുത്ത് പോകാൻ പറ്റൂലല്ലേ? അടുത്ത് പോവാ കുഴപ്പമില്ല, എന്നെ നോക്കാനും നോക്കൂല. പെരുന്നാൾ സമാചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കിടായകൾ വാങ്ങിച്ചത്? അല്ല, അത് നമ്മള് പിന്നെ അല്ല കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എപ്പോഴും ആൾ വന്നാലും കൊടുക്കും. അതൊക്കെ ഉണ്ടായി. എത്ര കൂടുകളുണ്ട്? എനിക്ക് 3 കൂടുണ്ട്. 3 കൂട്. ഇത് ആടിനെ ക്ലയം പരസ്പരം മാറ്റി കെട്ടി മാറ്റി കെട്ടിയിരിക്കുക. ഇല്ലെങ്കിൽ തങ്ങളില് ഇടി. നിങ്ങൾക്ക് ഈ ആട് വളർത്തുന്നത് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഈ ആട് വളർത്തലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് ഒരാളെ ആട് വളർത്താനായിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ള ഒരു ഉപദേശം? അത് ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സ്വർണം പിന്നെ ഇരിക്കും കണക്കാണ് ആട് വളർത്തുന്നത്. എപ്പോഴും വിറ്റാലും പൈസ കിട്ടുന്ന സാധനവും. ഈ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.